ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ? ഇല്ല എന്നാണ് CPM വിലയിരുത്തൽ. ഇക്കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല. CPM വിലയിരുത്തലിനെ പരിഹസിച്ചും വിമർശിച്ചുമാണ് മനോരമയും മാതൃഭൂമിയും പിന്നീടങ്ങോട്ട് പേജുകൾ നിറച്ചത്. കോൺഗ്രസ് BJP സൈബർ സംഘങ്ങൾ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. വയനാട് സംഘടിപ്പിച്ച കോൺഗ്രസ് ക്യാമ്പിൽ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലു തന്നെ ആ സത്യം ഒടുവിൽ തുറന്നു പറഞ്ഞു. കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടില്ല. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് കനുകോലു ഇക്കാര്യം വ്യക്തമാക്കിയത്. സംഗതി പന്തികേടാകുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കൾ തന്ത്രപൂർവ്വം ഇടപെട്ട് ഈ റിപ്പോർട്ട് തിരുത്തുകയും ചെയ്തു. UDFന് അനുകൂലമായി ക്രൈസ്തവ വോട്ടുകളുടെ ഏകോപനം ഉണ്ടായിട്ടില്ലെന്നും മുസ്ലിം വോട്ടുകൾ മാത്രമാണ് UDFന് അനുകൂലമായതെന്നും കനുകോലുവിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനം LDFന്റെ അടിസ്ഥാന വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായിട്ടില്ലെന്ന വിലയിരുത്തലാണ്. ഈ കണ്ടെത്തൽ പക്ഷേ നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ ഒന്നും തന്നെ നൽകിയതേയില്ല. ഏത് മാധ്യമങ്ങൾ? CPM സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ ചേരുന്നതിന് മുൻപേ അതിന്റെ അജണ്ട നിശ്ചയിക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന അതേ മാധ്യമങ്ങൾ. ഇനി മറ്റൊരു കാര്യം, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ പലതും സത്യമാണെന്നല്ലേ ഈ കനുകോലു റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നത്? കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന് പോലും മനസ്സിലായ കാര്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല.